എന്തായാലും കൊട്ടിയത്ത് ദേശീയപാത തകർന്നത് വലിയ ഒരു ദുരന്തം ഒഴിവായി എന്നുള്ളതിനപ്പുറത്തേക്ക് നിർമ്മാണത്തിലെ വലിയ അപാകതയാണ് ഇപ്പോൾ വലിയ വിമർശന വിധേയമാകുന്നത്. ഇതിൽ നമ്മുടെ ഒരു പാരിസ്ഥിതിക ഇതൊക്കെ കണക്കിലെടുത്ത് നിർമ്മാണം നടത്താത്തത് കൊണ്ട് കൂടിയായിരിക്കും. തീർച്ചയായും ആ തരത്തിലുള്ള കൃത്യമായ പരിശോധനയും പഠനവും ഇല്ലാതെയാണോ ഈ നിർമ്മാണം അതിന്റെ പുരോഗതി നടന്നത് എന്ന ചോദ്യം ഉയരുന്ന ഘട്ടത്തിൽ ഇന്നിപ്പോൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേരുന്നു. കളക്ടറേറ്റിലാണ് ദേശീയപാത ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം ചേരുന്നതൊപ്പം സ്ഥലത്ത് ഡൽഹിയിൽ നിന്നുള്ള NHAIയുടെ വിദഗ്ധ സംഘവും പരിശോധന നടത്താൻ എത്തുന്നുണ്ടെന്ന്. ശരി, ലിജോ റോളൻസ് കൊല്ലത്തുനിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. ലിജോ, ഗുഡ് മോർണിംഗ്. ലിജോ, ഞങ്ങളൊക്കെ കടന്നു വന്നത് ആ വഴിയിലൂടെയായിരുന്നു. ഞങ്ങളിങ്ങനെ ആശ്വാസം കൊള്ളുകയായിരുന്നു കോഴിക്കോട്ടെന്ന്. ആ സമയത്തൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന്. എന്തായാലും വലിയ ഭയാനകമായൊരു കാഴ്ചയായിരുന്നു ലിജോ. നിശ്ചയമായും സ്കൂൾ ബസ് അടക്കം ആ സർവീസ് റോഡിൽ ഉണ്ടായിരുന്നു, ഒന്നും പറ്റിയില്ല എന്നത് വലിയ ആശ്വാസം. പക്ഷേ ആ വാഹനങ്ങളൊക്കെ അവിടുന്ന് നീക്കണം. ഒപ്പം തന്നെ ഈ നിർമ്മാണത്തിലെ പിഴവോ ദേശീയപാത അധികൃതരുടെ അനാസ്ഥയോ ഒക്കെ ഇതിന് പിറകിലുണ്ടോ എന്ന അന്വേഷണമൊക്കെ വേണം. ഇന്നിപ്പോൾ കലക്ടറുടെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ വിലയിരുത്തും ലിജോ? സൈഫുദ്ദീൻ, ദിവ്യ, ഗുഡ് മോർണിംഗ്. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓട്ടുപാത കടന്നുപോയ ഒരു റോഡാണ് ഇപ്പോൾ ഇങ്ങനെ ഇടിഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്ത വശത്തല്ല, മറുവശത്ത് തിരുവനന്തപുരത്തേക്കുള്ള പാതയിലാണ് ഇടിഞ്ഞിരിക്കുന്നത്. ഇനി ഈ ഒരു ഗുരുതരമായ പ്രശ്നത്തിലേക്ക് വന്നു കഴിഞ്ഞാലുള്ളത്, ഈ കഴിഞ്ഞ ദിവസമായിരുന്നു 4 വാഹനങ്ങൾ ഉൾപ്പെടെ ഇവിടെ അകപ്പെട്ടിരുന്നത്. പക്ഷേ ആ വാഹനങ്ങളെല്ലാം ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ആ കൂരിയാട് സംഭവിച്ചതുപോലെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടല്ല ഇവിടെ ഒരു പുനർനിർമ്മാണം ആരംഭിച്ചത്. ഇന്നലെ തന്നെ ദേശീയപാതയുടെ പ്രധാന ഉദ്യോഗസ്ഥർ എത്തുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ 7 വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ നിന്നുകൊണ്ടാണ് പണിയെടുക്കുന്നത്. അതായത് രാത്രി മുതൽ ഈ പണി ആരംഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭാഗത്ത് ആ തകർന്നിരുന്ന ആ ഒരു ഭാഗത്തെ ആ ഒരു കോൺക്രീറ്റ് പാളികളെല്ലാം പൂർണ്ണമായി നീക്കി ഇവിടെ നിന്ന് മണ്ണ് പൂർണ്ണമായി നീക്കിയിട്ട് പുനർനിർമ്മിക്കുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇന്ന് 10:30 ജില്ലാ കളക്ടർ വിളിച്ച യോഗം ചേരുന്നുണ്ട്. നിർണായകമായ ഒരു യോഗം തന്നെയാണ്. അതിൽ ദേശീയപാത അധികൃതർ, ഒപ്പം തന്നെ ഈ കരാർ കമ്പനിയുടെ ആളുകൾ ഉണ്ടായേക്കാം. മറ്റൊരു എല്ലാ ഈ ഭാഗം വരുന്ന എല്ലാ ജനപ്രതിനിധികളെല്ലാം തന്നെ, കൊല്ലം ഭാഗം വരുന്ന എല്ലാ ജനപ്രതിനിധികൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും അത്തരത്തിലൊരു കാര്യത്തിലേക്ക് കടക്കുക എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. പ്രധാനമായിട്ടും അതിൽ ഉയർന്നു വരുന്ന ഒരു ആവശ്യമെന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇത്തരത്തിൽ കോൺക്രീറ്റ് പാളികൾ വെച്ചുകൊണ്ട് മണ്ണ് നിറച്ചുകൊണ്ടുള്ള ഒരു റോഡ് നിർമ്മാണം ഈ ഭാഗത്തത് ഇനി എത്രത്തോളം അതിനൊരു ഫീസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം എല്ലാവരും സംശയം പറയുന്നുണ്ട്. എത്രത്തോളം അതിന് ഈട് നിൽക്കാൻ കഴിയുമെന്നൊരു സംശയം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലവ് കൂടുതലാണെങ്കിൽ പോലും എലിവേറ്റഡ് കോൺക്രീറ്റ് ഹൈവേ എന്നുള്ള ഒരു കാര്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കാര്യം ഈ ഭാഗത്ത് ആ ഒരു ദൃശ്യങ്ങളിൽ തന്നെ അറിയാം, മണലാണ് ഈ പല ഭാഗങ്ങളിലും ഫില്ല് ചെയ്തിരിക്കുന്നത്. അഷ്ടമുടി കായലിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എടുത്ത മണൽ കൊണ്ട് ഫില്ല് ചെയ്തിരിക്കുമ്പോൾ അതിനെന്ത് ദൃഢതയാണുള്ളത്, എങ്ങനെയാണ് വർഷങ്ങളോടെ നീണ്ടു നിന്നുകൊണ്ട് ഇവിടെ ഈ റോഡ് വഴി ആളുകൾക്ക് സർവീസ് റോഡായിക്കോട്ടെ ദേശീയപാത ആയിക്കോട്ടെ ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയുക എന്നുള്ള ഒരു സംശയമാണ് പ്രധാനമായിട്ടും ഉയരുന്നത്. എന്തായാലും ആ കാര്യങ്ങളെല്ലാം ഇന്നത്തെ ആ യോഗത്തിൽ ഉന്നയിക്കുകയും ചെയ്യും. അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യം സംശയമാണ്. കേന്ദ്ര റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ട വകുപ്പുള്ള മന്ത്രി നിതിൻ ഗഡ്കരിക്ക് ഉൾപ്പെടെ കത്ത് അയക്കുകയും MP ഉൾപ്പെടെ ബന്ധപ്പെട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. വലിയ രീതിയിലുള്ള ഒരു തുക വർദ്ധിക്കും എന്നുള്ളത് തന്നെയാണ് അതിലൊരു പ്രധാനമായിട്ടുള്ള ഒരു ആശങ്കയായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു എലിവേറ്റഡ് ഹൈവേ എന്നുള്ളൊരു കാര്യത്തിലേക്ക് നിലവിൽ പോകാതിരുന്നത്. പക്ഷേ ആളുകൾക്ക് വലിയ ആശങ്കയുണ്ട്, ജനപ്രതിനിധികൾ വലിയ ആശങ്ക പങ്കുവയ്ക്കുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ ഉന്നയിക്കും. ബാക്കി കാര്യങ്ങൾ ഇനി തീരുമാനമെടുക്കേണ്ടത് യോഗവും NHAI എന്നത് പരിശോധിക്കേണ്ടതുണ്ട്, അത് തിരുത്തേണ്ടതുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഈ യോഗത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്നത് ഉറപ്പാണ്.